കൂട്ടുകാരെ, ശങ്കരിക്കുട്ടി പറഞ്ഞ പോലെ നമുക്കിന്ന് ചൂടത്തോരൻ വെക്കാവേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് മീൻകാര് വരില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ രാവിലെ തന്നെ പതിവ് പോലെ മീൻകാര് വന്നു. നമ്മൾ ചൂടയാണ് വാങ്ങിച്ചത്. അത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് കാവലായിട്ട് നമ്മുടെ ചക്കിപ്പൂച്ചയുണ്ട്. അങ്ങനെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ആ ചട്ടി എടുത്ത് അതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കൂട്ടുകളെല്ലാം ഇടുന്നത്. ഇഞ്ചി, പച്ചമുളക്, സവാളയുള്ളി കീറിയത്, പിന്നെ ലാസ്റ്റിൽ നമ്മൾ തിരകി വെച്ചേക്കുന്ന തേങ്ങ അത്രയും ഇട്ടതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി, പിന്നെ ഉപ്പും കൂടി ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം കൈ നല്ലതായിട്ട് കഴുകിയിട്ട് ആ വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടി നമ്മൾ യോജിപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ചൂട അതിലേക്ക് ഇടേണ്ടത്. ആ മീനും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുമായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം അത് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് അടുപ്പയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അടുപ്പയിൽ വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മണ്ടയ്ക്ക് തൂകേണ്ടതാണ്. അങ്ങനെ അടുപ്പയിൽ വെച്ചു. ശകലം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. മീനെല്ലാം അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് കറിവേപ്പില മാത്രം ഇട്ടില്ലല്ലോ. അങ്ങനെ അടുപ്പ് കൊണ്ട് ചട്ടി മൂടിയിട്ട് ഞാൻ പുറത്തു വന്ന കറിവേപ്പില പറിച്ചിട്ട് വന്നേ. ആ കറിവേപ്പില നല്ലതായിട്ട് കഴുകിയിട്ട് 3 കരിവേപ്പില നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻതോരനിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ മീൻതോരൻ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. വെള്ളമൊക്കെ പറ്റാറായി വരുന്നു. മീൻതോരൻ റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റിലൊരു ശകലം കൂടി പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം മീൻ വാങ്ങുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ.